സർ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച നേട്ടമാണ് UDFന് നേടാൻ സാധിച്ചത്. വലിയ തകർച്ച LDFന് സംഭവിക്കുകയും ചെയ്തു. ശബരിമല വിഷയം ഏറ്റവും നന്നായിട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ എടുത്തുപയോഗിച്ചത് UDF തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ഹിന്ദുക്കളുടെ പാർട്ടിയാണ് എന്ന് പറയുന്ന BJPക്ക് ഇത്തരം വൈകാരിക വിഷയങ്ങളെ കേരളത്തിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നതുകൂടിയല്ലേ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പൊതുവെ BJP രണ്ട് തരത്തിലുള്ള പ്രചരണ വിഷയങ്ങളാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലും. അതിലൊന്ന് വികസനം, മറ്റൊന്ന് വൈകാരിക വിഷയങ്ങൾ. ഇപ്പൊ രാമക്ഷേത്രം തൊട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ വൈകാരിക വിഷയങ്ങളാണ്. പക്ഷേ വികസനവും വളരെ ശക്തമായ ആയുധമാക്കിയിട്ട് അവർ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ കേരളത്തിലെ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ BJP നേതൃത്വത്തിന് ഈ വൈകാരിക വിഷയങ്ങൾ ഉപയോഗിക്കേണ്ട രീതി അവർക്ക് നിശ്ചയമില്ല. അത് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ പരിചയക്കുറവും ആഴത്തിലുള്ള അപഗ്രഥന ശേഷിയും ഇല്ലാത്ത നേതാക്കന്മാരാണ് സംസ്ഥാന തലത്തിലുള്ളത്. ഇപ്പം രാഷ്ട്രീയ പരിചയമൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു V മുരളീധരൻ അല്ലെങ്കിൽ കുമ്മനം, അവരൊക്കെ സംഭവം ശരിയാണ്. പക്ഷേ അവർക്കൊന്നും തന്നെ ഈ പറയുന്ന മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിന്ന് അങ്ങനെ പോരാടി അവരുടെ കാലഘട്ടത്തിൽ BJP അത്ര വളർന്നിട്ടില്ല. ഇപ്പോൾ BJP വളർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനും അദ്ദേഹത്തിന്റെ ടീമും ഒരുപക്ഷെ ഈ വിഷയം യഥാർത്ഥത്തിൽ അവർ ഉപയോഗിക്കുന്നതിൽ അവർക്ക് അതിനെ അറിഞ്ഞുകൂടാ. BJP വളരെ കുറച്ച് ശബരിമല വിഷയം ഈ ഇലക്ഷൻ സംസാരിച്ചിരുന്നുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഈ ഇലക്ഷനോടനുബന്ധിച്ച് UDF ഒരു ലഘുലേഖ പുറത്തിറക്കിയിരുന്നു. ആ ലഘുലേഖ യഥാർത്ഥത്തിൽ പലരും കണ്ടിരുന്നില്ല, പക്ഷെ അത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ലഘുലേഖയായിരുന്നു. ഇപ്പം നിങ്ങൾ ചോദിക്കാം, ഈ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷനിലൊക്കെ വർഗീയ വിഷയങ്ങൾ പ്രചരണായുധമാക്കുന്നതിനെതിരെ ഇലക്ഷൻ കമ്മീഷന്റെ ശക്തമായ നിരോധനമുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇത് UDF ഉപയോഗിച്ചു എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ അതിന് എനിക്ക് കൃത്യമായ മറുപടി ഉണ്ട്. അത്തരം വർഗീയത പറയാതെ തന്നെ ഇതിലെ മറ്റു വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമല വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ, കോടതി എടുത്ത നടപടികൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ വിഷയത്തിൻ്റെ വൈകാരികതയിലേക്ക് അത് എത്തിക്കാൻ പറ്റും. അത് വളരെ തന്ത്രപൂർവ്വം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതിന് UDFന് കഴിഞ്ഞു. ഇപ്പം അവരിറക്കിയ ഈ ലഘുലേഖ സ്വർണം ചെമ്പാക്കുന്ന CPM മാജിക്, വിശ്വാസികളെ ചതിച്ച് എന്ന് ഉള്ള ഒരു ചോദ്യചിഹ്നമാണ് മുഖ്യ ഹെഡ്ലൈൻ. പിന്നീട് അവർ ശബരിമല ക്ഷേത്ര കവർച്ച, കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്നൊരു സബ് ടൈറ്റില്, അതുപോലെ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര കവർച്ചയുടെ പിന്നിലെ ഗൂഢാലോചന എന്ന മറ്റൊരു സബ് ടൈറ്റില്. എന്നിട്ട് ഇതില് ഈ മുഴുവൻ സംഭവ വികാസങ്ങളുടെയും ഒരു രത്ന ചുരുക്കം. ഇതിന് പ്രസക്തിയില്ലേ? എന്നിട്ട് കോടതി എന്തുകൊണ്ട് ഇടപെട്ടു? കോടതി ഇടപെട്ടെങ്കിൽ പിന്നെ വിഗ്രഹം പോലും കള്ളക്കടത്തുകാർ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ, ഇതിന് പിന്നിൽ CPM ആണെന്നുള്ള ഒരു പിന്നെ 2 CPMന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലായി എന്നുള്ള സത്യം ചൂണ്ടിക്കാണിക്കുക, BJP കാര്യമായിട്ട് പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നില്ല എന്നുള്ളതും ചൂണ്ടിക്കാണിക്കുക. ഇതൊക്കെ വളരെ വസ്തുതകളാണ്. ഇതൊന്നും ആരെയും വർഗീയ പ്രചരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് വസ്തുതകളാണ്. ഇപ്പോൾ കോടതി ഇടപെട്ടു എന്നുള്ളത് പറയാൻ പാടില്ലേ? അപ്പം ഞാൻ പറഞ്ഞത് കൃത്യമായ വാക്കുകളിലൂടെ, ഫ്രേസിങ്ങിലൂടെ, വേർഡിങ്ങിലൂടെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അത് ജനമനസ്സിൽ കൃത്യമായ അതിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ശബരിമല വിഷയത്തിൽ CPMനുള്ള ഒരു ഇൻവോൾവ്മെന്റ്, പിന്നെ മാത്രമല്ല ഇതിനെ പ്രതിരോധിക്കാൻ BJPയുടെ വിമുഖത, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങൾ അത് ഉന്നയിച്ചുകൊണ്ടുള്ള ഈ ഒരു ലഘുലേഖ തീർച്ചയായിട്ടും വലിയ ഒരു ഇമ്പാക്റ്റ് സമൂഹത്തിൽ അതിൻ്റെ ഒരു ആഘാതം ഉണ്ടായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് ഒരേ സമയം വർഗീയതയിലേക്ക് പോകാതെ, എന്നാൽ അവിടെ നടക്കുന്ന ഗൗരവമായിട്ടുള്ള ഒരു വിഷയം, ആ വിഷയം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് വളരെ ഇഫക്റ്റീവായിരുന്നു. അങ്ങനെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ BJPക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ
പിന്നെ എന്താണ് രാഷ്ട്രീയ ഉൾക്കാഴ്ചയുടെ അഭാവമാവാം, അതല്ലെങ്കിൽ ഇത്തരം പിന്നെ പ്രവർത്തനങ്ങൾ ഏർപ്പെടാനുള്ള ഒരു വൈദഗ്ധ്യമുള്ള ഒരു ടീം ഇല്ലാത്തതാവാം രാജീവ് ചന്ദ്രശേഖരന്. ചില ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരന് ഈ വിഷയം അറിയായിരുന്നു, അദ്ദേഹം ഇത് ടേക്കപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾ അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്തി. കാരണം അവർ ചിന്തിച്ചത് ഇങ്ങനെ ഒരു ശബരിമല വിഷയത്തിലേക്ക് ബി ജെ പിയുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ബി ജെ പി ഒരു വർഗീയ അജണ്ട നടപ്പാക്കുന്ന പാർട്ടിയാണെന്നും ന്യൂനപക്ഷങ്ങൾ പലരും അവരിൽ നകലാനും സാധ്യതയുണ്ട്, കിട്ടാവുന്ന ന്യൂനപക്ഷ വോട്ടുകൾ പോലും ബി ജെ പിക്ക് കിട്ടില്ല എന്നുള്ളതും, അതിനാൽ അത്തരം വിഷയങ്ങൾ ടേക്കപ്പ് ചെയ്യണ്ട എന്നുള്ള ഒരു നിർദ്ദേശമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, ഈ 10 പാലം പണിഞ്ഞു, 15 റോഡ് ഉണ്ടാക്കി, 20 ഇങ്ങനെ ഒരു ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ പിന്നെ നമ്മൾ കണക്ക് അവതരിപ്പിക്കുന്നത് പോലെ അവതരിപ്പിച്ചാൽ അത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തും എന്നുള്ളത് അത് തെറ്റിദ്ധാരണയാണ്. അത് കേരളം പോലൊരു എന്തിലും രാഷ്ട്രീയമുള്ള ഒരു സംസ്ഥാനത്ത് അത് അങ്ങനെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രചരണ ആയുധമല്ല. ഇവിടെ കൃത്യമായിട്ടും ഓരോ വികസനത്തിന്റെ പോലും രാഷ്ട്രീയം പറഞ്ഞാലേ ജനത്തിന്റെ തലയിലേക്ക് അത് കയറുള്ളൂ. ആ രാഷ്ട്രീയം ഇതിനെ രാഷ്ട്രീയവുമായിട്ട്, വികസനത്തിനെ രാഷ്ട്രീയവുമായിട്ട് ബന്ധിപ്പിച്ച് സംസാരിക്കണം. അല്ലാതെ ഒരു കണക്ക് കൊണ്ട് എന്താണ് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ മുന്നിൽ നമ്മൾ ഒരു കണക്ക് അവതരിപ്പിക്കുന്നു, ആ കണക്ക് പ്രകാരം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആനുവൽ ജനറൽ ബോഡിക്ക് കമ്പനികളുടെ ഒക്കെ മീറ്റിങ്ങിൽ ഇത് വന്ന് വായിക്കും. അതൊക്കെ ബോറൻ സാധനമാണ്. ഇതൊന്നും കേട്ടിട്ടല്ല ആരും AGM വന്ന് വോട്ട് ചെയ്യുന്നത്. അവരവരുടെ ആ വർഷത്തെ ഡിവിഡൻഡ് എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്തിൽ പിന്നെ അവർ ശ്രദ്ധിക്കുന്ന. പക്ഷെ പൊതു സമ്മേളനങ്ങളിൽ അങ്ങനല്ല. ഇവിടെ ഒരു എന്താണ് പെർസെപ്ഷന്റെ ഒരു അഭാവമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ഒരു ചിന്തയുടെ അറിവിന്റെ അഭാവമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ രീതിയിലുള്ള നടപടികൾ എടുത്തത്. എന്തായാലും UDFനെ സംബന്ധിച്ച് 2017, 18, 19 കാലഘട്ടത്തിൽ നടന്ന ഒരു ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനോടനുബന്ധിച്ച് ആചാര ലംഘനത്തിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങളുടെയും ഗുണഫലം കോൺഗ്രസിനാണ് കൂടുതൽ കിട്ടിയത്. അതുപോലെ തന്നെ പലരും വിചാരിച്ചിരുന്നു ഇപ്രാവശ്യം കോൺഗ്രസിന് അത് കിട്ടില്ല എന്ന്. പക്ഷേ തെക്കൻ ജില്ലകളിലെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഒരു ഗുണഫല ഭോക്താവായത് കോൺഗ്രസ് ആണ്. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഇലക്ഷന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ VD സതീശനൊക്കെ വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ CPMന്റെ ശബരിമല കൊള്ളയെക്കുറിച്ചും ഒക്കെ വളരെ കൃത്യമായ സ്റ്റേറ്റ്മെന്റുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പം എനിക്ക് ഗൗതമന് തന്നെ എന്താണ് ശബരിമലയിലെ തുടക്കം തൊട്ട് ഇപ്പോൾ വരെയുള്ള സംഭവങ്ങളെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നു. എങ്ങനെയാണ് പിന്നെ എന്നാണ് വിജയ് മല്യ അവിടെ കൊണ്ട് പിന്നെ സ്വർണം പൊതിയാനുള്ള പിന്നെ പ്രവൃത്തി തുടങ്ങിയത്, എന്തുകൊണ്ടാണ് ഇത് കോടതിയുടെ നിരീക്ഷണത്തിൽ പെട്ടത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ എത്ര പേർക്കറിയാം? അപ്പോൾ വിഷയം അവിടെ ഉണ്ട്, ജനം അത് മനസ്സിലാക്കി ഞങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് ചിന്തിക്കരുത്. പകരം വിഷയം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണം, ഓരോ നിമിഷവും അവരെ ഓർമ്മിപ്പിക്കണം. അങ്ങനെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളിലൂടെയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ സമൂഹത്തിന്റെ മനസ്സിലേക്ക് ചെല്ലുന്നതും. അങ്ങനെയാണ് ഇതിലൂടെ ഇത് ഒരു പ്രചരണായുധമായി രാഷ്ട്രീയ നേട്ടമായിട്ട് മാറ്റുന്നതുമൊക്കെ. ദൗർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അത്തരം ഒരു പിന്നെ ആസൂത്രിതമായ ഒരു പ്രചരണം, അല്ലെങ്കിൽ വിഷയങ്ങൾ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കാം, ഇതൊന്നും അങ്ങനെ പൊതുജന ഒരു സംഭാഷണം എങ്ങനെ നിയന്ത്രിക്കാം, ഇതൊന്നും കേരളത്തിലില്ല. ഉത്തരേന്ത്യയിൽ അതല്ല. ഉത്തരേന്ത്യയിലെ എല്ലാ പാർട്ടിയും അങ്ങനെയൊക്കെ തന്നെയാണ്. കേരളത്തിൽ അങ്ങനല്ല. കേരളത്തിലെ കോൺഗ്രസും ഇടതുപക്ഷവും പിന്നെ പ്രചരണം തൊട്ട് പ്രവർത്തനത്തിൽ വരെ വളരെ രാഷ്ട്രീയമായിട്ട് വളരെ മുന്നിലാണ്. എനിക്ക് തോന്നുന്നു BJPയോടുള്ള എതിർപ്പോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോടുള്ള ഇഷ്ടക്കേടോ ഒന്നും അല്ല കേരളത്തിൽ BJP ജയിക്കാതിരിക്കുന്നത്. അവർക്ക് സമകാലിക വിഷയങ്ങൾ ഉപയോഗിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതിലവർ പരാജയപ്പെടുകയാണ്. അത് അവരുടെ പ്രവർത്തനം ഇതിലെല്ലാം പ്രതിഫലിക്കുന്നുണ്ട്. കോൺഗ്രസിന് സ്വാഭാവികമായിട്ടും ഇതൊക്കെ നേട്ടമായിട്ട് മാറുകയും ചെയ്യും. അതാണ് ഭരണവിരുദ്ധ വികാരം BJP മുഖ്യ പ്രതിപക്ഷം അല്ലാത്തടത്ത് എല്ലാം തന്നെ കോൺഗ്രസിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ്. തിരുവനന്തപുരത്ത് എന്തുകൊണ്ടാണ് അവർ ജയിച്ചതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് മുഖ്യ പ്രതിപക്ഷമാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അംഗീകാരം, അതായത് ഭരണവിരുദ്ധ വികാരം
മുഖ്യ പ്രതിപക്ഷത്തിന് ലഭിച്ചു. അതാണ് കോർപ്പറേഷൻ ഇലക്ഷനിൽ കണ്ടത്. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ബി ജെ പി മുഖ്യ പ്രതിപക്ഷമല്ല. സ്വാഭാവികമായിട്ടും മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിലേക്ക് ആ ഭരണവിരുദ്ധ വികാരം അവർക്ക് അനുകൂലമായിട്ട് അത് മാറി. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ ഇപ്രാവശ്യവും ബി ജെ പി പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ ഇതിനകത്തിൽ വിലയിരുത്തുന്നത്.